CPM-നെയും പിണറായി വിജയനെയും തുടർച്ചയായി കടുത്ത പ്രതിസന്ധിയിലാക്കി പാർട്ടി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ നിലമ്പൂർ MLA PV അൻവർ. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അൻവറിന് സർക്കാരിൽ നിന്ന് വേണ്ട പരിഗണന ലഭിക്കുന്നില്ലെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതിനിടെയാണ് കേരള രാഷ്ട്രീയത്തിൽ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ആരോപണങ്ങളുമായി അൻവർ രംഗത്തെത്തുന്നത്. മലപ്പുറം SP-യെ വേദിയിലിരുത്തി പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയാണ് വിവാദങ്ങൾക്ക് തുടക്കമിടുന്നത്. തന്റെ പാർക്കിലെ റോപ്പ് മോഷണം പോയിട്ട് പരാതി നൽകിയെങ്കിലും SP നടപടി എടുക്കുന്നില്ലെന്നും ഒരു ജനപ്രതിനിധിയുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ സാധാരണ ജനങ്ങളുടെ പരാതി എങ്ങനെ ആയിരിക്കും എന്നും ചോദിച്ചാണ് അൻവർ പോലീസിനെതിരെ രംഗത്ത് വന്നത്. റോപ്പ് മോഷണം പോയതിലെ അരിശം തീർത്തതാകാം അൻവർ എന്ന് പറഞ്ഞ് ആ വിവാദത്തെ ആരും കാര്യമാക്കിയില്ല. പക്ഷേ അൻവർ അടുത്ത ദിവസം വീണ്ടും രംഗത്തെത്തി. മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരം മുറി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുറിച്ച മരത്തിന്റെ കുറ്റി തിരഞ്ഞ് അദ്ദേഹം SP ഓഫീസിലെത്തി. വിവാദം പോലീസിനെ പ്രതിസന്ധിയിലാക്കി. പിന്നീട് അൻവർ തുടരെ വാർത്താ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. കരിപ്പൂർ സ്വർണ്ണക്കടത്ത്, എടവണ്ണ റിദാൻ ബാസിൽ കൊലപാതകം, കോഴിക്കോട്ടെ വ്യാപാരി താമി വധക്കേസ്, ADGP-യുടെ RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച തുടങ്ങിയ ആരോപണ വാർത്തകളിൽ അൻവർ തിളങ്ങി. ഇതൊടുവിൽ എത്തി നിൽക്കുന്നത് ADGP-യും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയിലേക്കുമാണ്. ഇതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസും വിവാദത്തിലകപ്പെട്ടു. ഇതിനിടെ മലപ്പുറം മുൻ SP സുജിത് ദാസിന് സസ്പെൻഷനും മലപ്പുറം SP-ക്ക് സ്ഥലം മാറ്റവും ലഭിച്ചു. അൻവറിന്റെ ആരോപണങ്ങളിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും അദ്ദേഹത്തിന് താരപരിവേഷം ലഭിക്കുകയും ചെയ്തു. എന്നാൽ അജിത് കുമാറിനെയും ശശിയെയും സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അൻവറിനെ പാർട്ടിയും പിണറായിയും തള്ളിപ്പറഞ്ഞതോടെ ആരോപണങ്ങളുടെ ബോംബ് പൊട്ടിത്തുടങ്ങി. കേരളത്തിൽ കത്തി ജ്വലിച്ചു നിന്ന പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയെന്നും കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയനെന്നും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നുമാണ് അൻവർ പലപ്പോഴായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തൃശൂർ പൂരം കലക്കാൻ ശ്രമിച്ചത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ആനുകൂല്യം നേടാൻ ശ്രമിക്കുന്നവരാണെന്നുള്ള ആരോപണത്തിലൂടെ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് അൻവർ വഴി തുറന്നിരിക്കുകയാണ്. കോടിയേരി സഖാവ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ മൈക്കുമായി എനിക്കിരിക്കേണ്ടി വരില്ലെന്നും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും അമേരിക്കയിൽ പോകാൻ വേണ്ടി കോടിയേരിയുടെ സംസ്കാരം നേരത്തെ നടത്തിയെന്നും അൻവർ വിളിച്ചു പറഞ്ഞു. പരിധികളുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ലക്ഷ്യമിടുന്ന അൻവറിനെ എങ്ങനെ നേരിടും എന്ന ആശയക്കുഴപ്പത്തിലാണ് പാർട്ടി നേതൃത്വം. അൻവറിന്റെ പത്രസമ്മേളനത്തിന് ശേഷം പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങളിൽ അത് വ്യക്തമായിരുന്നു. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നതിനിടയിലാണ് പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവിനെതിരെ ആരും പറയാൻ ധൈര്യപ്പെടാത്ത വിമർശനങ്ങളുമായി അൻവർ എത്തുന്നത്. അൻവർ പറഞ്ഞുകൊണ്ടിരുന്നാൽ താനും പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അൻവർ കുടുംബത്തെ വരെ തൊട്ടുകളിച്ച സ്ഥിതിക്ക് മുഖ്യമന്ത്രി നിലപാട് കടുപ്പിക്കും എന്ന് ഉറപ്പാണ്. എന്തായാലും LDF-ന്റെ പടിക്ക് പുറത്തേക്കാണ് അൻവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണ കള്ളക്കടത്തുകാർക്ക് വേണ്ടിയാണ് താൻ സംസാരിക്കുന്നതെന്ന തരത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന തന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചതായും തീയായി ആളിപ്പടരാൻ പ്രേരിപ്പിച്ചു എന്നും പറഞ്ഞാണ് അൻവർ തന്റെ വാർത്താ സമ്മേളനം തുടങ്ങിവെച്ചത്. പിതാവിനെ പോലെ കണ്ട മുഖ്യമന്ത്രി തന്നെ ചതിക്കുകയായിരുന്നുവെന്നും അൻവർ പറഞ്ഞു. കള്ളനാക്കാൻ നോക്കിയാൽ ക്ഷമിക്കാനാവില്ല, പിന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. ഗവർണർ അൻവറിനെ പറ്റി അന്വേഷിക്കാനല്ല കത്ത് നൽകിയത്. താൻ പോകുമെന്ന് കരുതിയെങ്കിൽ മുഖ്യമന്ത്രിക്ക് തെറ്റിപ്പോയി. ഉമ്മാക്കി കാണിക്കാൻ ആരും വരണ്ട. ഞാൻ ഈ ഭൂമിയിൽ ആരോടെങ്കിലും കീഴ്പ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിനും പാവപ്പെട്ട മനുഷ്യർക്കും വേണ്ടിയായിരിക്കും എന്നും അൻവർ വ്യക്തമാക്കി. കരിപ്പൂരിൽ നടക്കുന്ന സ്വർണ്ണക്കടത്തും പൊട്ടിക്കലും ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന ആക്ഷേപവും അൻവർ ഉന്നയിച്ചു. ഇതിനൊപ്പം മന്ത്രി മുഹമ്മദ് റിയാസിന് ലക്ഷ്യമിടാനും അൻവർ മറന്നില്ല. റിയാസിന് വേണ്ടിയാണ് ADGP അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതെന്ന് അൻവർ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിൽക്കുന്നത് അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണെന്നും കെട്ടവരുടെ കയ്യിൽ നിന്ന് നല്ലവരുടെ കയ്യിലേക്ക് ഈ പാർട്ടി വന്നേക്കാമെന്നും അൻവർ തുറന്നടിച്ചു. പൊതുപ്രവർത്തകർക്ക് പൊതുവിഷയങ്ങളിൽ ഇടപെടേണ്ട എല്ലാ സ്വാതന്ത്ര്യത്തിനും മുഖ്യമന്ത്രി കൂച്ചുവിലങ്ങിട്ടുവെന്നും ഉദ്യോഗസ്ഥ മേധാവിത്വം ഈ സർക്കാരിന്റെ സംഭാവനയാണെന്നും അടക്കമുള്ള കടുത്ത വിമർശനവും അൻവർ ഉന്നയിച്ചു. P ശശിയെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും നിലപാടിനെയും അൻവർ തള്ളി. താൻ ബന്ധപ്പെട്ട ഒരു സഖാവ് പോലും ശശിയെ പറ്റി നല്ല വാക്ക് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി എന്തിനാണ് അയാളെ കെട്ടിപ്പിടിച്ച് നടക്കുന്നത്? മുഖ്യമന്ത്രിയെ നയിക്കുന്നത് ഉപജാതക സംഘമാണ്. തന്നോടൊപ്പമൊന്നും സംസാരിക്കാറില്ലെന്നും ഒരു വലിയ നേതാവ് പറഞ്ഞതായും അൻവർ പറഞ്ഞു. അജിത് കുമാറും ശശിയും മാത്രം മതി മുഖ്യമന്ത്രിക്കെന്നും അൻവർ ആരോപിക്കുന്നു. CPM നേതാക്കളെ തള്ളിക്കൊണ്ടിരിക്കുന്ന അൻവർ കോൺഗ്രസിനെയോ ലീഗിനെയോ വെള്ള പൂശാൻ മുതിർന്നിട്ടില്ല. കോൺഗ്രസ് ലീഗ് പാർട്ടികളെ വിമർശിച്ച അദ്ദേഹം അവരെ വിശ്വസിക്കുന്ന ജനങ്ങൾ വിഡ്ഢികളാണെന്നും പറഞ്ഞു വെച്ചു. ഒരു പാർട്ടിയുടെയും ഭാഗമാകാതെ പൊതുപ്രവർത്തന രംഗത്തുണ്ടാകും എന്ന സൂചനയാണ് അൻവർ നൽകുന്നത്. അതിനുള്ള അടിത്തറ അൻവർ നേരത്തെ തന്നെ പാകിയിട്ടുണ്ടായിരുന്നു. ഏറനാട്ടിലെയും നിലമ്പൂരിലെയും
പാവപ്പെട്ട ജനങ്ങൾ തനിക്കൊപ്പം ഉണ്ടെന്നാണ് അൻവറിന്റെ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ കരുത്തിലാണ് അൻവർ മുന്നോട്ട് നീങ്ങുന്നത്. അതേസമയം അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ കേരളത്തിൽ അന്വേഷിക്കാവുന്നതിൽ ഏറ്റവും നല്ല സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷണം നടത്തുമെന്നും അതിൽ തൃപ്തനല്ലെന്നാണ് അൻവർ ഇന്നലെ പറഞ്ഞതെന്നുമാണ് വിവാദങ്ങളോട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സർക്കാരിനും പാർട്ടിക്കുമെതിരായ കാര്യങ്ങളാണ് അൻവർ പറഞ്ഞതെന്നും അദ്ദേഹത്തിന്റെ ഉദ്ദേശം വ്യക്തമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തള്ളിക്കളയുകയാണെന്നും ആരോപണങ്ങളെല്ലാം തന്നെ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളതാണെന്നും നിഷ്പക്ഷമായ അന്വേഷണം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ അത്ഭുതമില്ലെന്നാണ് അൻവർ തിരിച്ചടിച്ചത്. അൻവർ MLA വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പക്ഷം. കേരളത്തിലെ പാർട്ടിയെയും സർക്കാരിനെയും തകർക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെയും വാർത്താ മാധ്യമങ്ങളുടെയും വക്കാലത്തുമായാണ് അൻവർ പുറപ്പെട്ടിരിക്കുന്നത്. അൻവറിന് പാർട്ടിയെക്കുറിച്ച് കാര്യമായ ധാരണയില്ല. ഇടതുപക്ഷ സഹയാത്രികൻ മാത്രമാണ്. പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ചോ സംഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണ അൻവറിനില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ പ്രതിപക്ഷ നിലപാട് സ്വീകരിച്ച അൻവറിനെതിരെ നടപടിക്കൊടുങ്ങുകയാണ് CPM നേതൃത്വം. പ്രത്യക്ഷ നടപടിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കും. എന്നാൽ MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടേക്കില്ല എന്നാണ് അറിയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി ലഭ്യമാകുന്നതിന് സബ്സ്ക്രൈബ് ബട്ടണിലെ ഓൾ ഐക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത്.